പാലക്കാട്ടെ റെയിൽവേ വിഭജന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി UDF രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനോടൊപ്പം ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഇന്ന് തിരുവോണ ദിനത്തിൽ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ ആസ്ഥാനത്ത് മുൻപിൽ നിന്നും കേരളത്തിലെ UDF MPമാർ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. MM രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ നല്ലൊരു ദിവസമാണ്, തിരുവോണ ദിവസമാണ്. ആ ദിവസം തന്നെ UDF തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ MPമാർ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ MPമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ഉപവാസ സമരം ആരംഭിച്ചോ? വിവരങ്ങൾ എന്താണ്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ UDF MPമാർ നേരത്തെ തന്നെ ഈ മംഗളൂരുവിനെ വിഭജിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഇന്ന് തിരുവോണ ദിനത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മംഗളൂരുവിനെ വിഭജിച്ചത് എന്നുള്ള ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ തന്നെ കേരളത്തോട് തുടരുന്ന ഒരു അവഗണനയുണ്ട്. ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ കഞ്ചിക്കോട് ഫാക്ടറി ഉൾപ്പെടെ നമുക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വിഭജനത്തോടു കൂടി 18 കിലോമീറ്റർ ദൂരം മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്ന സമയത്തും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കേരളത്തിന് കൂടുതൽ നേടിയെടുക്കാനാകുന്ന കാര്യങ്ങൾ അത് പാർലമെൻറ്റിൽ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന് നേരത്തെ സർവേ നടത്തിയിരുന്ന വിവിധ പാതകളുണ്ട്. അത്തരത്തിലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ നിലമ്പൂർ ഉൾപ്പെടെ അധികം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നിലവിലെ കേരളത്തിലെ പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം, ഒപ്പം തന്നെ കൂടുതൽ മലബാറിലേക്ക് വേണ്ടുന്ന ട്രെയിനുകൾ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കൂടെ നേടിയെടുക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ കേരളത്തോട് തുടരുന്ന ഈ അവഗണനയ്ക്ക് പരിഹാരം കാണാനാകൂ എന്നുള്ള വിദഗ്ധ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് UDF ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. 2028 തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കർണാടകയിൽ അത് BJPക്ക് ഇത്തരത്തിലുള്ള മംഗളൂരുവിനെ മുറിച്ചു മാറ്റിയത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടും. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേട്ടമാണ് എന്നുള്ള ഒരു വിഷയം കൂടെയുണ്ട്. പക്ഷേ അതേസമയം തന്നെ കേരളത്തിൽ ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനും തിരിച്ചടിക്കും കാരണമാകുമെന്നുള്ള തിരിച്ചറിവിൽ കൂടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്.